ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റേണിറ്റി വെയർസിൽ 2 സൈഡിൽ സിബ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് കേട്ടോ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇൻവിസിബിൾ സിബാണ് കേട്ടോ 2 സൈഡിലും കൊടുത്തിട്ടുള്ളത്. അവിടെ സിബ് ഉണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. സിബിൻ്റെ ആ ഒരു പിടുത്തം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ലോങ് കഫ്താൻ ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു മെറ്റേണിറ്റി വെയർസ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് 2 സൈഡിലും സിബ് അറ്റാച്ച് ചെയ്തെടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തുറക്കാനും അടക്കാനും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സിബ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ താഴേന്ന് മുകളിലേക്ക് വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രൂപത്തിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫീഡിങ് മമ്മിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഫ്താൻ ഡ്രസ്സിനായിട്ട് ഞാൻ ഈ ഒരു പാറ്റേൺ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് പീസ് മാത്രമാണ്, 2ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ 3 ഇഞ്ച് വിഡ്ത്തിൽ നെക്കിൻ്റെ ഒരു ഭാഗം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ചിൽ ഞാനിതുപോലെ ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ സിബ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കഫ്താൻ നൈറ്റി ആയതുകൊണ്ടാണ് നമുക്കിവിടെ സ്ലീവ്സിന് വേണ്ടിയിട്ടും ആം ഹോളിന് വേണ്ടിയിട്ടൊന്നും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നില്ല. എന്നാലും ഞാനൊരു ഷോൾഡറിൻ്റെ വിഡ്ത്തായിട്ടൊരു 7 ഇഞ്ചും കൂടെ അവിടെ കാണാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരു 1.5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ സിബ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിഡിൽ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ഭാഗം ഞാനൊന്ന് മെഷർ ചെയ്തെടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് ആം ഹോളിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഈ എഡ്ജ് ഭാഗത്തു നിന്ന് മെഷർ ചെയ്തെടുക്കുമ്പോൾ 4.5 ഇഞ്ചസിലാണ് ഞാൻ സിബിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് താഴെ വരെ ആ ഒരു 4.5 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വളഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ താഴെ വരെ 4.5 ഇഞ്ചസിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ലൈന് മൊത്തമായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴെ വരെ ഞാൻ ഈ ഒരു 4.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിന് മുന്നായിട്ട് ഞാനിവിടെ നെക്കിന് വേണ്ടിയിട്ടും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ശേഷം നമ്മൾ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തില്ലേ, ആ ഒരു ഭാഗം താഴെ വരെയായിട്ടും മുഴുവനായിട്ടും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പീസും ടോട്ടൽ 3 പീസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. 2 സൈഡിലേക്കും ഫ്രണ്ടിൽ വരുന്നൊരു പീസാണ് ഇത്. ഇങ്ങനെ നമുക്ക് 3 പീസ് കട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം മൊത്തം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഫ്രണ്ടിലെ പീസ് കിട്ടുക കേട്ടോ. ഇനി ഫസ്റ്റായിട്ട് നമുക്കിവിടെ നെക്കിൻ്റെ ആ ഒരു വി ഷേപ്പ് ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കഫ്താൻ നൈറ്റിയുടെ ഫുൾ വീഡിയോ ഞാൻ ഇതിൻ്റെ ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സിബിൻ്റെ അറ്റാച്ച്മെൻറ്റ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടുള്ള ഒരേ പോലെയുള്ള 2 പീസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്കാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻവിസിബിൾ സിബ്ബറാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രത്തോളം ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സിബിൻ്റെ ലെങ്ത്തായിട്ട് വന്നിട്ടുള്ളത് 17 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിബിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ആദ്യം മെഷർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അളന്നെടുക്കുമ്പോൾ എനിക്ക് 17 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അത് 14 15 ആ ഒരു ഇഞ്ചസിലായിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ എത്രയാണോ നമുക്ക് സിബിൻ്റെ ലെങ്ത്ത് വരുന്നത് ആ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലും നമ്മൾ ചെറുതായിട്ട് അത്രത്തോളം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം അത്രയ്ക്കും നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുന്നില്ല. അവിടുന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ കൂട്ടി തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് താഴേക്ക് നമുക്ക്
ഒരു 14 ഇഞ്ചസിലാണ് ഈ ഒരു സിബ്ബ് വരുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സിബ്ബ് തയ്ച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ താഴേന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കുന്ന രൂപത്തിലാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിബ്ബിനെ ഓപ്പൺ ചെയ്തിട്ട് സിബ്ബിൻ്റെ നല്ല വശം ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിബ്ബിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, അത് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ എഡ്ജും ഒരുമിച്ച് വരുന്ന രൂപത്തിൽ നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരുന്ന പോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ സിബ്ബിനെ പുള്ള ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പിടുത്തം, അതും ഇതുപോലെ നല്ല വശത്തിൽ വരുന്ന രൂപത്തിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പോൾ ഇതുപോലെ വെച്ചെടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സിബ്ബ് പിരിഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും മിക്ക ആളുകൾക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഭാഗം നീങ്ങി പോവാതിരിക്കാനും പിന്നെ നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മറ്റേ സൈഡ് ഇപ്പോൾ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു സിബിൻ്റെ തയ്യൽ ഏരിയ ഉണ്ടല്ലോ, അതും ഈ ഒരു ഫാബ്രിക്കിൻ്റെ തയ്യൽ തുമ്പിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് വേണം, അപ്പോൾ നമുക്ക് പിരിച്ചിട്ട് വേണം ആ ഒരു ഭാഗം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം തയ്ച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ സൈഡ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമൽ പ്രസർ ഫൂട്ടിനെ മാറ്റിയിട്ട് ഇൻവിസിബിൾ സിബ്ബർ ഫൂട്ടിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു സിബ്ബറിൻ്റെ ഒരു ഏരിയ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കിയിട്ട് അതുപോലെ 2 സൈഡിലും ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ആഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ സിബിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് ഈ ഒരു ഫൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയാൽ നമുക്ക് ആ പുള്ള് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ ഇതുപോലെ ബാക്കിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് മാക്സിമം അതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. എത്രത്തോളം എഡ്ജിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും എഡ്ജിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിബ്ബാണ് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ആക്കിയിട്ട് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് റഫ് യൂസിനൊക്കെ യൂസ് ചെയ്യാനുള്ളല്ലോ, എപ്പോഴും അടക്കുക തുറക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ 2 സ്റ്റിച്ചാക്കിയിട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ 2 സ്റ്റിച്ചാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. സിബിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ടെടുക്കുമ്പോഴാണ് അത് ഉള്ളിലേക്ക് പോകും. പിന്നെ നമ്മുടെ ആ സിബിൻ്റെ എഡ്ജിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ ഈ ഭാഗത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതാ നമ്മൾ ആ സൈഡിലേക്കുള്ള ആ പീസിനെ ഇതുപോലെ നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട് ഞാനിതുപോലെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഫാബ്രിക്കിൻ്റെയും നല്ല വശമാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സിബിൻ്റെ നല്ല വശം ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഈ ഒരു സമയത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ നേരിട്ട് അതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയല്ല കേട്ടോ വേണ്ടത്. ഇതുപോലെ മറിച്ചിട്ട് ഞാൻ ഈ ഒരു ഫാബ്രിക്കിൻ്റെയും സൈഡ് പീസിൻ്റെയും നല്ല വശമാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 പീസിൻ്റെയും നല്ല വശം വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സിബ് ഇതുപോലെ സിബിൻ്റെ എഡ്ജ് ഭാഗം ഫാബ്രിക്കിൻ്റെ എഡ്ജ് ഭാഗത്തേക്ക് വരുന്നത് പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ആവാനില്ല. നമ്മുടെ ഫാബ്രിക്കിൻ്റെയും സിബിൻ്റെയും എഡ്ജ് ഭാഗം ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക, എന്നിട്ട് പിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിബ് പിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗവും ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗവും നമുക്ക് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു പുള്ള് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടല്ലോ അതിനുള്ളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻവിസിബിൾ സിബ്ബർ ഫൂട്ടിനെ നമുക്കൊന്ന് ചേഞ്ച് കൊടുക്കണം കേട്ടോ. അത് ലെഫ്റ്റും റൈറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡും ഞാൻ 2 സ്റ്റിച്ചാക്കിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മാക്സിമം എഡ്ജിലൂടെ നമുക്ക് തയ്ച്ച് കൊടുക്കാം.
അതുപോലെ തന്നെ നമുക്ക് 2 സ്റ്റിച്ചാക്കിയിട്ട് ചെയ്തെടുക്കാം. തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഫൂട്ടിന് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സ്റ്റിച്ചാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 2 സൈഡും ക്ലോത്തുമായിട്ട് ഈ ഒരു സിബിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു സിബ് നമ്മളിപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴേന്ന് നമുക്ക് ഫീഡിങ് മമ്മിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് വേണ്ടത്ര ഓപ്പൺ ചെയ്ത് കൊടുത്താലും മതി. ഈസി ആയിട്ട് നമുക്ക് അടക്കാനും തുറക്കാനും പറ്റുന്ന രൂപത്തിൽ. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് സിബ് ഉണ്ടെന്ന് തന്നെ തോന്നില്ല കേട്ടോ. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇൻവിസിബിൾ സിബ് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഒരു ഭാഗവും സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ 2 സൈഡിൽ സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് താഴെ വരുന്ന ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, താഴെ നമുക്ക് ആ ഒരു ഓപ്പൺ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സിബിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴെ വരെ നമുക്കൊന്ന് ഒരു 1/4 ഇഞ്ചിലൊന്ന് കൂട്ടി തയ്ച്ചെടുത്താൽ മതി. അപ്പം ഇതാണ് ഈ ഒരു സിബിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. താഴേന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രത്തോളം നമുക്ക് ഫീഡിങ് മമ്മിനൊക്കെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രൂപത്തിലാണ് ഇത് തയ്ച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കഫ്താൻ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.